തിരുവനന്തപുരത്തെ ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായ ജോയിയെ കണ്ടെത്താനുള്ള തിരക്കിട്ട രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഒരു മനുഷ്യത്വവുമില്ലാതെ അപകടത്തിൻ്റെ ഉത്തരവാദി ആരെന്ന് പരസ്പരം പഴിചാരി വഴക്കടിക്കുകയായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനും ദക്ഷിണ റെയിൽവേയും. ജോയിയുടെ ജീവനെടുത്ത ആമയിഴഞ്ചാൻ തോട്ടിലെ അറപ്പുളവാക്കുന്ന മാലിന്യ കൂമ്പാരത്തിനടിയിൽ എവിടെയോ നമ്മുടെ മനുഷ്യത്വവും പുതഞ്ഞു കിടക്കുകയാണെന്ന് തോന്നുന്നു. സ്വന്തം മുഖം രക്ഷിക്കുന്നതിനാണ് അധികാരികൾ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് തിരുവനന്തപുരം നഗരം പതിയെ തിരിച്ചറിയുമ്പോൾ കൈവിട്ടുപോയ ഒരവസരത്തെക്കുറിച്ച് ഓർമ്മിക്കാതിരിക്കാൻ എനിക്കാവില്ല എന്ന് പറഞ്ഞാണ് തിരുവനന്തപുരത്തിൻ്റെ MP എന്ന് പറഞ്ഞ് നടിച്ചു നടക്കുന്ന തരൂർ പറയുന്നത്. പക്ഷേ LDF ഈ അവസരം മനഃപൂർവ്വം നശിപ്പിച്ചതാണെന്ന് പരിഗണിക്കുമ്പോൾ ഒരുപക്ഷെ കൈവിട്ടുപോയത് എന്നത് തെറ്റായ പ്രയോഗമാവും എന്നും തരൂർ പറയുന്നു. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഞാൻ നിർദ്ദേശിക്കുകയോ ആവിഷ്കരിക്കുകയോ ഉറപ്പിക്കുകയും ചെയ്ത തിരുവനന്തപുരം ബാഴ്സലോണ ഇരട്ട നഗരം പദ്ധതിയെക്കുറിച്ച് തന്നെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ബാഴ്സലോണയുടെ പൂർണ്ണ പിന്തുണയുണ്ടായിട്ട് ഇടതുപക്ഷം ആ പദ്ധതിയെ ഇല്ലാതാക്കി. ഈ ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം മാറ്റുന്നതിന് ബാഴ്സലോണ എന്നുള്ള ഒരു പദ്ധതിയും എന്നൊന്നും വേണമെന്നൊന്നുമില്ലല്ലോ. അതല്ലാതെ തന്നെ ശുചീകരണം നടത്താമല്ലോ. 2009 തരൂർ വിജയിച്ചു പോയി. അത് കഴിഞ്ഞ് 2014 ഈ 14 കാലഘട്ടത്തിൽ ആരായിരുന്നു കേരളത്തിലെ ഭരണം നടത്തിക്കൊണ്ടിരുന്നത്? 1992 ഒളിമ്പിക്സ് പോലെയുള്ള സുപ്രധാന അന്താരാഷ്ട്ര പരിപാടികൾ നടത്തി പരിചയമുള്ള പേരുകേട്ട തുറമുഖ നഗരമെന്ന നിലയിൽ ബാഴ്സലോണയ്ക്ക് മാലിന്യ സംസ്കരണം, നഗര സംവിധാനം, ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം, കുടിവെള്ളം ലഭ്യമാക്കൽ എന്നീ നഗരപരമായ വിഷയങ്ങളിൽ പ്രത്യേക കഴിവുണ്ട്. ഭൂമിശാസ്ത്രപരമായും രാഷ്ട്രീയമായും സാംസ്കാരികമായും തങ്ങളുമായി ഏറെ സാദൃശ്യമുള്ള തിരുവനന്തപുരവുമായി ഈ കഴിവ് പങ്കുവയ്ക്കാൻ ബാഴ്സലോണയ്ക്ക് കഴിയുമെന്നാണ് 2009 താൻ കണക്ക് കൂട്ടിയതെന്നാണ് തരൂർ പറയുന്നത്. അടിസ്ഥാന സൗകര്യ വികസനം, മികച്ച മാലിന്യ സംസ്കരണം, ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം എന്നിവയ്ക്കൊപ്പം സാംസ്കാരിക, കായിക, ആരോഗ്യ മേഖലകളിലും ഇരട്ട നഗര പദ്ധതി പുതിയ വാതിലുകൾ തുറക്കുമായിരുന്നു. പരസ്പര സഹകരണത്തിലൂടെയുള്ള ഗവേഷണത്തിലൂടെ നമുക്ക് നമ്മുടെ റീജിയണൽ ക്യാൻസർ സെൻ്ററിനെ കൂടുതൽ മുന്നോട്ടെത്തിക്കാമായിരുന്നു. 2009 ഞാൻ നേരിട്ട് ബാഴ്സലോണ സന്ദർശിച്ച് മേയർ ജോർദി ഹരിയു അടക്കമുള്ള പ്രധാന നഗര കൗൺസിൽ അംഗങ്ങളെ കൊണ്ട് സംസാരിച്ചിരുന്നു. എൻ്റെ അഭ്യർത്ഥനയനുസരിച്ച് നഗര കൗൺസിലിൻ്റെ അന്താരാഷ്ട്ര ബന്ധവിഭാഗ അധ്യക്ഷൻ്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല ബാഴ്സലോണിയൻ നയതന്ത്ര സംഘം അന്ന് തിരുവനന്തപുരം സന്ദർശിച്ചിരുന്നു. ഇവിടുത്തെ കോർപ്പറേഷൻ പ്രതിനിധികളുമായി ആദ്യഘട്ട ചർച്ചകൾ നടത്തിയ സംഘം ഏതൊക്കെ മേഖലകളിൽ സഹകരണം വേണമെന്ന് നിശ്ചയിക്കുകയും 2010 ജനുവരിയിൽ ഈ ഉദ്യമത്തിന് അനുകൂലമായി ബാഴ്സലോണ നഗര കൗൺസിൽ പ്രമേയം പാസാക്കുകയും ചെയ്തു. LDF ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ അനുകൂലമായ തീരുമാനം മാത്രമായിരുന്നു പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയിരുന്ന അവസാന പടി. അനുകൂലമായ പ്രമേയം രൂപവൽക്കരിക്കണമെന്ന ഉദ്ദേശത്തോടെ അന്നത്തെ മേയർക്ക് കരാർ തയ്യാറാക്കി അയച്ചിരുന്നു. ഇതിനിടെ ചീഫ് ആർക്കിടെക്റ്റ് അടങ്ങുന്ന രണ്ടാമതൊരു ബാഴ്സലോണിയൻ സംഘം തിരുവനന്തപുരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ സന്ദർശിച്ച് പാർവതി പുത്തനാറിൻ്റെ പുനരുജ്ജീവനത്തിന് വേണ്ട പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ടായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രാദേശിക സ്വയംഭരണ വകുപ്പുകളുടെ അനുമതിക്കായി കാത്തിരിക്കുകയാണെന്ന് മേയർ ആദ്യമൊക്കെ അവകാശമുന്നയിച്ചെങ്കിലും സ്പോർട്സ്, IT, ആരോഗ്യം എന്നിവ കോർപ്പറേഷൻ്റെ അധികാര പരിധിക്ക് പുറത്താണെന്ന് പറഞ്ഞ് അദ്ദേഹം വൈകാതെ തന്നെ കരാറിൻ്റെ സാധ്യതകളെക്കുറിച്ചുള്ള തടസ്സവാദങ്ങളുമായി എത്തി. യഥാർത്ഥത്തിൽ ഇരട്ട നഗര പദ്ധതി അന്ന് നഗര സംവിധാനം, ശുചീകരണം എന്നീ മേഖലകളിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം പദ്ധതിക്ക് അനുമതി നൽകിയില്ലെന്ന് മാത്രമല്ല, നഗര കൗൺസിലിൻ്റെ മുന്നിൽ വിഷയം ചർച്ചയ്ക്ക് പോലും കൊണ്ടുവന്നില്ല. 2 ബാഴ്സലോണിയൻ വിദഗ്ധ സംഘങ്ങളുടെ സന്ദർശനത്തിനും ടാഹോർ ഹാളിൽ വെച്ച് നടന്ന ബാഴ്സലോണിയൻ സംഗീത ഗ്രൂപ്പിൻ്റെ മനോഹരമായ സംഗീത
അമൃതനിശയ്ക്ക് മേയറും ബാഴ്സലോണിയൻ മേയറുമായി നടന്ന എണ്ണമറ്റ ഔദ്യോഗിക ആശയവിനിമയങ്ങൾക്കുമെല്ലാം ഒടുവിലാണ് പദ്ധതി തള്ളപ്പെട്ടത് എന്നത് അത്യന്തം വിഷമിപ്പിക്കുന്നതാണ്. ഒരു ചോദ്യത്തിന് മാത്രം LDF ഇപ്പോഴും ഉത്തരം നൽകുന്നുണ്ട്. കൊച്ചിയും കോഴിക്കോടും അടക്കമുള്ള ഇന്ത്യയിലെ മറ്റു നഗരങ്ങൾ എങ്ങനെയാണ് സമാനമായ ഇരട്ട നഗര കരാറുകൾ ഉണ്ടാക്കിയത്, അതും ഒരേ സമയം ഒന്നിലധികം നഗരങ്ങളുമായി. കരാർ ഒപ്പിടുന്നതിനുള്ള അവസാന തീയതി അടുത്തപ്പോഴും ഞാൻ അതേക്കുറിച്ച് ആവർത്തിച്ചോർമ്മിപ്പിച്ചപ്പോഴും LDF കൗൺസിൽ ഒരു ലളിതമായ പ്രമേയം അവതരിപ്പിക്കുന്നതിലും അത് പാസ്സാക്കുന്നതിലും പരാജയപ്പെട്ടു. എല്ലാറ്റിനെയും വിമർശന ബുദ്ധിയോടെ കാണുന്ന കോർപ്പറേഷൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ കരാർ ഒപ്പിടാനുള്ള അധികാരം ഞങ്ങൾക്കില്ലെന്നും നഗരവികസന മന്ത്രാലയത്തിൻ്റെ അനുമതി വേണമെന്നും കോർപ്പറേഷൻ അവകാശപ്പെട്ടു. പക്ഷേ തിരുവനന്തപുരം ബാഴ്സലോണ ആക്കുക എന്നുള്ളത് മാത്രമല്ലാതെ എത്രയോ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. ഇതൊന്നും തന്നെയും ഈ കാലയളവിനുള്ളിൽ, അതായത് 2009 മുതൽ ഇന്നേ വരെ 2023 വരെ, 2024 വീണ്ടും എടുത്തുകൊണ്ട് പോയിരിക്കുകയാണല്ലോ, ഒന്നും തിരുവനന്തപുരത്തിന് തരൂരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഇതൊക്കെ തരൂരിൻ്റെ ഓരോ തരത്തിലുള്ള ന്യായങ്ങൾ മാത്രമാണ് എന്ന് ഏവർക്കും മനസ്സിലാക്കാൻ സാധിക്കും.